സ്നേഹനാഥ നീ പ്രാണനാഥൻ നീ സ്നേഹരാജൻ നീ പ്രാണനാഥൻ നീ സ്നേഹരാജൻ നിന്നിലെല്ലാവൻ ജീവനും സ്നേഹവുമേ ഓ സ്നേഹവുമേ യേശുനാഥ സ്നേഹനാഥ യേശുനാഥ സ്നേഹനാഥ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എൻ്റെ നാമം അനുസ്മരിക്കപ്പെടാനിടയാകുന്നിടങ്ങളിലെല്ലാം ഞാൻ അവരുടെ അടുത്തേക്ക് വന്ന് അവരെ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത അങ്ങയുടെ തിരുവാക്യം ഞങ്ങൾ ഓർമ്മിക്കുന്നു. ലോകത്തിൻ്റെ അവസാനത്തോളം ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ ദിവ്യകാരുണ്യമായി മാറിയ ഈശോ മിശിഹായെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിത വഴികളെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ സന്നിധിയിലിരുന്ന് വചനം ശ്രവിക്കുവാൻ, അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. പരമപരിശുദ്ധനായ ദൈവമേ, ആരാധനയ്ക്ക് യോഗ്യമായ അവിടുത്തെ ധന്യമായ നാമത്തെ ഞങ്ങൾ ആരാധിച്ചു മഹത്വപ്പെടുത്തുന്നു. ഈശോയെ ആരാധന, ആരാധന, ഈശോയെ ആരാധന, പരിശുദ്ധാത്മാവെ ആരാധന, പിതാവെ ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ഞങ്ങളുടെ വേദനകളും ഭാരങ്ങളും ജീവിതത്തെക്കുറിച്ചുള്ള സങ്കടങ്ങളും ആകുലതകളും ഈ ആരാധന വേളയിൽ പരിശുദ്ധ ബലിപീഠത്തിങ്കിൽ സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് തിരികെ എടുക്കുന്നത് ഈശോയെ അവിടുത്തെ ആശീർവാദത്തോടു കൂടിയാണ് എന്നുള്ള വിശ്വാസത്തിൽ ജീവിതം മുഴുവൻ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ ഒരു കാണിക്കയായി ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധമായ അവിടുത്തെ നാമത്തെ ഞങ്ങൾ ആരാധിച്ചു മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയുടെ സന്നിധിയിലിരുന്നു കൊണ്ട് അല്പനേരം അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച വചനങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഞങ്ങളോട് ബന്ധപ്പെടുന്നവരിലും അങ്ങ് നൽകണമേ. ആ വചനത്തിൻ്റെ അർത്ഥമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. ബഥാനിയയിലെ വീട്ടിൽ മറിയം അങ്ങയുടെ പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനം ശ്രവിച്ചതുപോലെ ദിവ്യകാരുണ്യനാഥനായ ഈശോയോട് ചേർന്നിരുന്ന് അവിടുത്തെ വചനം ഞങ്ങൾ ശ്രവിക്കട്ടെ. ഈശോയിൽ
സ്നേഹം നിറഞ്ഞവരെ, ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലിരുന്ന് അല്പനേരം നാം ദൈവവചനം ധ്യാനിക്കുകയാണ്. ഈശോയുടെ സന്നിധിയിലിരുന്ന് ദൈവവചനം ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നുവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവവചനം ശ്രവിച്ച് ധ്യാനിച്ച് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ശ്രദ്ധിക്കാം. പഴയ നിയമത്തിൽ രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ദൈവാത്മാവിൻ്റെ സാന്നിധ്യം കാണുന്ന ദൈവവചനങ്ങളെ ധ്യാനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി ഈശോയുടെ സന്നിധിയിലിരുന്ന് വചനധ്യാനത്തിൽ നാം പ്രാർത്ഥിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ദൈവാത്മാവിൻ്റെ പ്രകടമായ സാന്നിധ്യം നാം ശ്രദ്ധിക്കുന്നുണ്ട്. സൃഷ്ടികർമ്മത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പ്രകടമായിട്ടുണ്ടായിരുന്നു എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ. വചനം ഇങ്ങനെയാണ് പറയുന്നത്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. വചനം ശ്രദ്ധിക്കാം. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. എഴുതപ്പെട്ട ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എഴുതപ്പെട്ട ഏറ്റവും ആദ്യത്തെ വാക്യമാണിത്. രൂപരഹിതവും ശൂന്യവുമായ എൻ്റെ ജീവിതാവസ്ഥകളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ സൃഷ്ടികർമ്മത്തിൽ എന്നതുപോലെ എൻ്റെ ജീവിതത്തിനൊരു രൂപവും എൻ്റെ ശൂന്യത മാറി മനസ്സിൽ ശാന്തിയും കൈവരും എന്നുള്ളതിൻ്റെ സൂചനയാണ് ആ ദൈവവചനം. ഈ വചനം ശ്രവിക്കുമ്പോൾ ജീവിതം എത്ര രൂപമില്ലാത്തതാവട്ടെ, ജീവിതം എത്ര ശൂന്യത നിറഞ്ഞതാവട്ടെ, ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ കൊണ്ട് എൻ്റെ ഉള്ള്, എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം നിറയപ്പെടട്ടെ എന്ന്. വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ നിതാന്ത സാന്നിധ്യം പഴയ നിയമത്തിൽ പലയിടങ്ങളിലും നമ്മൾ കാണുന്നത്. ഏതാനും ചിലതുകൂടി ഈശോയുടെ സന്നിധിയിലിരുന്ന് നമുക്ക് ധ്യാനിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 40-ാം അധ്യായം 38-ാം തിരുലിഖിതം. പകൽ സമയത്ത് കർത്താവിൻ്റെ മേഘം കൂടാരത്തിന് മുകളിൽ വിരിച്ചു നിർത്തപ്പെട്ടിരുന്നു. രാത്രിയിൽ മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രകളിൽ അവരുടെ കൂടാരത്തിന് മുകളിലുണ്ടായിരുന്ന മേഘം, രാത്രിയിൽ ജ്വലിച്ചിരുന്ന അഗ്നി പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ് എന്നാണ് പൗരസ്ത്യ സഭാപിതാക്കന്മാരെല്ലാവരും, പ്രത്യേകിച്ച് വിശുദ്ധ എഫ്രേമുമൊക്കെ പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിതാന്ത സാന്നിധ്യത്തിൻ്റെ അടയാളമായി ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിത വഴികളിൽ രാത്രിയിൽ അഗ്നിയായും പകല് മേഘമായും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. കൂരാക്കൂരിരുട്ട് പോലെ ജീവിതം ഇരുട്ടിലേക്ക് പോകുന്നുവെന്ന് ഭാരപ്പെടുന്നവരാണ് പലപ്പോഴും ഞാനും നിങ്ങളും. പക്ഷേ ഭയപ്പെടരുത്. ഒരു ദൈവവിശ്വാസി ഒരിക്കലും ഭയപ്പെടരുത്. ദൈവത്തിൻ്റെ നിതാന്തമായ സാന്നിധ്യം ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രകളിൽ എന്നതുപോലെ നമ്മുടെ കൂടെ ഉണ്ടാവും. പകല് മേഘമായും രാത്രി അഗ്നിയായും ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെ ഇരുന്നതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ദൈവാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിത വഴികളിൽ ഉണ്ടാകുമെന്ന് ഈശോയുടെ സന്നിധിയിലിരുന്ന് നമുക്ക് ഓർമ്മിക്കുകയും ആ ഉറപ്പിൽ നമുക്ക് സ്വയം ആശ്വാസം കണ്ടെത്തുകയും ചെയ്യാം. വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ നിതാന്തമായ സാന്നിധ്യം പ്രകടമാക്കുന്ന മറ്റൊരു ദൈവവചനം കൂടി ഈശോയുടെ സന്നിധിയിലിരുന്ന് നമുക്ക് ശ്രവിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂല് പോലെയായിത്തീർന്നു. കെട്ടുകൾ അറ്റുവീണു. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ നയിക്കുന്നതിന് വേണ്ടി ദൈവം നിയോഗിച്ചുയർത്തിയ സാംസണെക്കുറിച്ചുള്ള ഒരു വചനമാണിത്. അവനെ ബന്ധിച്ചിട്ടിരുന്ന കയർ ചണനൂല് പോലെ കരിഞ്ഞ് ഇല്ലാതായി തീർന്നു. കെട്ടുകൾ അറ്റുവീണു. ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ സാംസണ് ലഭിച്ച അതേ അനുഗ്രഹവും അഭിഷേകവും ദൈവാത്മാവിൻ്റെ നിറവിനായി പ്രാർത്ഥിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദിവ്യകാരുണ്യനാഥൻ കരുതി വച്ചിരിക്കുന്നു.
ദൈവാത്മാവ് നിന്റെ മേൽ ആവസിക്കുമ്പോൾ നിന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന കയറുകൾ പൊട്ടി ഇല്ലാതാകുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ രൂപാന്തരീകരണത്തെക്കുറിച്ചാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാമത്തെ തിരുലിഖിതം ഈ ആരാധനാവേളയിൽ എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വന്നു കഴിയുമ്പോൾ ഏതൊക്കെ ബന്ധനങ്ങളാണോ നമ്മളെ കെട്ടിയിട്ടിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. സാമ്പത്തിക ബാധ്യതയെന്ന കെട്ട്, ചില ഭാരങ്ങളുടെ കെട്ട്, കുടുംബജീവിതത്തിലെ ചില അസ്വസ്ഥതകളുടെ കെട്ട്, ചില പാപ സാഹചര്യങ്ങളുടെ കെട്ട് എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ കരിഞ്ഞ് ഇല്ലാതായിത്തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കാം. ഈ ദൈവവചനത്തിൻ്റെ അഭിഷേകം ഹൃദയത്തിൽ നിറയപ്പെടുന്നതിനു വേണ്ടി ദിവ്യകാരുണ്യ ആരാധനയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. തുടർന്നുള്ള ആരാധന സമയത്തും കേട്ട ദൈവവചനങ്ങളോട് ചേർത്ത് നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും കുടുംബങ്ങളെയും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോയുടെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്നാണല്ലോ സങ്കീർത്തകൻ പറയുന്നത്. ഈശോയെ നോക്കാം. ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന മുഴുവൻ ഇരുട്ടിനും പ്രതിവിധി ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഈശോയെ നോക്കാം. പ്രകാശമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാം അവിടുത്തെ സന്നിധിയിൽ നിന്ന്. സൃഷ്ടികർമ്മത്തിൽ ശൂന്യമായ ഭൂമിയിൽ, രൂപരഹിതമായ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതുപോലെ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതയാത്രകളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതുപോലെ ദൈവത്തെ സ്നേഹിച്ച, ദൈവം തെരഞ്ഞെടുത്തുയർത്തിയ രാജാക്കന്മാരുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പുതുമയുള്ള ഹൃദയം നൽകി അവരെ അനുഗ്രഹിച്ചതുപോലെ സാവൂളിൻ്റെ ജീവിതത്തിൽ പുതിയ മനുഷ്യനായി സാവൂളിനെ മാറ്റിയ പരിശുദ്ധാത്മാവ് സാവൂളിനെ അനുഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതങ്ങളിലും പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ശൂന്യമായ എൻ്റെ ജീവിതാവസ്ഥകളിലേക്ക് ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ നിറയണമേ എന്ന പ്രാർത്ഥനയോടെ ഗാനത്തിൻ്റെ ഈരടികളോട് ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ, ശൂന്യത നിറയുമേ താഴ്വരയിൽ ജീവനില്ലാത്ത പരിശുദ്ധാത്മാവേ, ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ദാഹിച്ചു പ്രാർത്ഥിക്കാൻ. പരിശുദ്ധാത്മാവേ നിറയണമേ. പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും
ഈശോയിലേക്ക് നോക്കാം. തകർന്ന ജീവിത സാഹചര്യങ്ങളാവാം ഒരുപക്ഷെ നമ്മുടേത്. നമ്മൾ പോലും ആഗ്രഹിക്കാത്ത തിന്മയുടെ സ്വാധീനങ്ങൾ കൊണ്ട് ഒരുപാട് വേദനിക്കുന്നുണ്ടാവാം നമ്മുടെ ആത്മാവ്. കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ നമ്മുടെ സമാധാനം തകർത്തിട്ടുണ്ടാവാം. വേദനിപ്പിച്ചവരെ ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമം ഉള്ളിലുണ്ടാവാം. പലതരത്തിൽ ജീവിതം രൂപമില്ലാത്തതായി തീർന്നു. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മളെന്നുള്ളതാണല്ലോ ദൈവവചനം നമ്മുടെ സൃഷ്ടിയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഉൽപ്പത്തി 1:27. ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകി നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവസന്നിധിയിൽ നിന്നും അകന്നുപോയി ബലഹീനത കൊണ്ടോ അജ്ഞത കൊണ്ടോ ഒക്കെ പല പാപ സാഹചര്യങ്ങൾ നമ്മെ വേട്ടയാടുന്നുണ്ടാവാം. പലതരത്തിൽ ജീവിതം രൂപമില്ലാത്തതായി തീർന്നിട്ടുണ്ടാവാം. പക്ഷേ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കണം. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം പറഞ്ഞു പഠിപ്പിക്കുന്നു, രൂപരഹിതവും ശൂന്യവുമായ ഭൂമിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം വന്ന് നിറഞ്ഞപ്പോൾ സൃഷ്ടി നടന്നു. ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ ഈ കണ്ടതൊക്കെയും കാരണഭൂതമായതുപോലെ രൂപരഹിതമായ എൻ്റെ ജീവിതം രൂപമെടുക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയുടെ സമയമാണിത്. സാമ്പത്തിക ഭാരം കൊണ്ട് തകർന്നുപോയ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ രൂപാന്തരപ്പെടുന്ന സമയം. ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് അകന്നുപോയ ദാമ്പത്യ ബന്ധങ്ങൾ കുടുംബജീവിതത്തിൻ്റെ രൂപഭംഗി കെടുത്തിയിട്ടുണ്ടാവാം. പക്ഷേ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് നിറയപ്പെടുമ്പോൾ ജീവിതം വീണ്ടും ഭംഗിയുള്ളതായി മാറുന്നു. ആത്മാവേ, കെട്ടുപോയ എൻ്റെ പ്രകാശം എനിക്ക് തിരികെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. രൂപമില്ലാതായി പോയ എൻ്റെ ജീവിതത്തിൽ അങ്ങെനിക്ക് നൽകിയ ദൈവിക ഛായയുടെയും സാദൃശ്യത്തിൻ്റെയും രൂപം തിരികെ നൽകണമേ എന്ന് ഒരിക്കൽ കൂടി ഈശോയെ നോക്കി പാടി പ്രാർത്ഥിക്കാം. രൂപമില്ലാത്ത ജീവിതത്തിൽ ആത്മാവേ നീ നിറഞ്ഞിടുക. രൂപമില്ലാത്ത ജീവിതത്തിൽ ആത്മാവേ നീ നിറഞ്ഞിടുക. ഒരിക്കൽ കൂടി ദാഹത്തോടെ പ്രാർത്ഥിക്കാം. രൂപമില്ലാത്ത ജീവിതത്തിൽ ഈശോയെ നോക്കി ആത്മാവേ നീ നിറഞ്ഞിടുക. രൂപമില്ലാത്ത ജീവിതത്തിൽ ആത്മാവേ നീ നിറഞ്ഞിടുക. ഈശോയെ നോക്കി ദാഹത്തോടെ പ്രാർത്ഥിക്കാം. രൂപമില്ലാത്ത ജീവിതത്തിൽ ആത്മാവേ നീ നിറഞ്ഞിടുക. ദിവ്യകാരുണ്യ ഈശോയിലേക്ക് വീണ്ടും നോക്കാം. ഈശോയെ, പലവിധ ബലഹീനതകളാൽ വേട്ടയാടപ്പെടുന്ന ഒരു മനസ്സെനിക്കുണ്ട്, ഒരാത്മാവ് എനിക്കുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ആഗ്രഹിക്കുന്ന നന്മ പ്രവർത്തിക്കാനാവാത്ത, ആഗ്രഹിക്കാത്ത തിന്മകളിലേക്ക് വീണു പോകുന്ന ബലഹീനത ഉള്ള ഒരാത്മാവാണ് എൻ്റേത്. ഒന്ന് കരുണയാവണം, പരിശുദ്ധാത്മാവിനെ നൽകണം. സമൂവേൽ പ്രവാചകന്റെ അഭിഷേകം സ്വീകരിച്ച് സാവൂൾ തിരികെ പോയപ്പോൾ അവനെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റിയതുപോലെ, ഒരു പുതിയ ഹൃദയം സാവൂളിന് നൽകിയതുപോലെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു പുതിയ ഹൃദയം നൽകണമേ. അങ്ങയെ സ്നേഹിക്കുവാൻ, ജീവിതത്തെ കുറച്ചുകൂടി വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാൻ, ദൈവസാന്നിധ്യത്തിൽ നിറഞ്ഞ് അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുന്ന
ഒരു പുതിയ ഹൃദയം നൽകി ദൈവാത്മാവേ ഞങ്ങളുടെ ജീവിതങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. ഈശോയെ നോക്കി പാടി പ്രാർത്ഥിക്കാം. ആത്മാവേ നിറയണമേ. പുതിയൊരു ഹൃദയം നൽകണമേ പരിശുദ്ധാത്മാവേ. ആവർത്തിച്ച് പാടാം. പുതിയൊരു ഹൃദയം നൽകണമേ പരിശുദ്ധാത്മാവേ. ഈശോയെ നോക്കി പാടാം. ഒരു ഹൃദയം നൽകണമേ പരിശുദ്ധാത്മാവേ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ ഒരു ഹൃദയം അനന്തമായ കൃപകൾ കൊണ്ട് പാപകരമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും മോചനം ലഭിക്കട്ടെ. തിന്മയുടെ സ്വാധീനങ്ങൾ ഈശോയുടെ കരുണയാൽ ഇല്ലാതായി മാറട്ടെ. ഈശോയെ സ്നേഹിക്കുന്ന പുതിയ ഹൃദയം കൊണ്ട് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതങ്ങൾ നിറയപ്പെടട്ടെ. പുതിയൊരു ഹൃദയം നൽകണമേ. നിൻ സ്നേഹം നിറയ, നിൻ ശാന്തി നിറയ, പുതിയൊരു ഹൃദയം നൽകണമേ പരിശുദ്ധ റൂഹായേ. പാവന സ്നേഹമേ പരിശുദ്ധ റൂഹായേ. പാവന സ്നേഹമേ. ഒരിക്കൽ കൂടി ഈശോയിലേക്ക് നോക്കാം. ഒരു നിമിഷം മൗനമായി മനസ്സിലുള്ള എല്ലാ വ്യാകുലതകളും ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു. ഹൃദയത്തിൻ്റെ നെടുവീർപ്പുകൾ പ്രാർത്ഥനയായിട്ടുയരട്ടെ. വീടിനെക്കുറിച്ചുള്ള ആകുലത, മക്കളെക്കുറിച്ചുള്ള ആകുലത, ജോലിയെക്കുറിച്ചുള്ള ആകുലത, പാപ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ആകുലത. ദിവ്യകാരുണ്യനാഥൻ പറയുന്നു, ഒന്നും ഓർത്ത് ഭയപ്പെടരുത്. ആകാശവും ഭൂമിയും കടന്നുപോയാലും എൻ്റെ വാക്കുകൾക്ക് മാറ്റം ഭവിക്കുകയില്ല എന്ന് അരുളി ചെയ്തവൻ്റെ വാക്ക് നമുക്കൊരു ഉറപ്പ് നൽകുന്നുണ്ട്. ദൈവാത്മാവ് നിറയുമ്പോൾ ജീവിതത്തിന് രൂപം തിരികെ വരും. പഴയ നിയമ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം പകല് മേഘമായും രാത്രി അഗ്നിയായും കൂടെ ഉണ്ടായിരുന്നതുപോലെ മാമോദീസയിലും സ്ഥൈര്യലേപനത്തിനും നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നമുക്ക് തിരിച്ചറിയാം. എൻ്റെ കൈവപ്പൊഴി നിനക്ക് ലഭിച്ച ദൈവീക വരം ഊതിജ്വലിപ്പിക്കണമെന്ന് തിമോത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിച്ചിട്ട് നമുക്കും ഓർമ്മിക്കാം. പ്രാർത്ഥന കൊണ്ട്, പരസ്നേഹ പ്രവർത്തികൾ കൊണ്ട് ഉള്ളിൽ നിറയപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ദൈവീക വരത്തെ ഊതിജ്വലിപ്പിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളും ദിവ്യകാരുണ്യ നാഥൻ്റെ ആശീർവാദത്തിനായി സമർപ്പിക്കാം. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥനയോടെ ആയിരുന്ന ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആത്മാവേ നന്ദി
നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും